കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ച് സെമിത്തേരിയിലെ കല്ലറയിൽ അജ്ഞാത മൃതദേഹമെന്ന സംശയം. ഈ മാസം 13-ന് കല്ലറ തുറന്നപ്പോൾ പെട്ടിയിലടക്കിയ മൃതദേഹത്തിനൊപ്പം മൃതദേഹമെന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു വസ്തു കൂടി കാണുകയായിരുന്നു. സംഭവത്തിൽ കരിക്കോട്ടക്കരി പോലീസ് അന്വേഷണം തുടങ്ങി. പള്ളിയിലടക്കം ചെയ്ത മൃതദേഹങ്ങളുടെ വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഈ മാസം 13-ന് ഇടവകാംഗം മരിച്ചതിന് പിന്നാലെയാണ് വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ തുറക്കുന്നത്. ഈ കല്ലറ തുറക്കുമ്പോഴാണ് ദുരൂഹതയുടെ തുടക്കമുണ്ടാകുന്നത്. കല്ലറയിൽ ശവപ്പെട്ടിയിലടക്കിയ മൃതദേഹത്തിനൊപ്പം മറ്റൊരു വസ്തു കൂടി കണ്ടെത്തുന്നു. ഒരു പായയിൽ പൊതിഞ്ഞ നിലയിൽ. അത് മൃതദേഹമാണെന്ന് ഒറ്റ നോട്ടത്തിൽ സംശയവും തോന്നുന്നു. ഈ സംശയത്തിന് പിന്നാലെയാണ് ഇതെന്താണ് എന്ന ചർച്ച നാട്ടിലാകെ തുടങ്ങുന്നത്. നാട്ടുകാരനായ ജിൽസ് ഉണ്ണിമാക്കൽ ഇക്കാര്യത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയതോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇങ്ങനെയുള്ള അടക്കം പതിവില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ജിൽസിന്റെ ആവശ്യം. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സെമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. അത് ഇന്ന് വരെ പണ്ടുണ്ടായിരുന്നു. തമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനൊരു സംഭവമില്ല. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ദുരൂഹത, അതങ്ങനെ അവിടെ വന്നു. അതിലാണ് സംശയം തോന്നിയതും ഇങ്ങനൊരു വാർത്തയാക്കാനുള്ള സാഹചര്യം ഉണ്ടായതും. ജിൽസിന്റെ ആവശ്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പള്ളി വികാരിയും സമാനമായ രീതിയിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ഇങ്ങനെ അടക്കുന്ന ഒരു രീതി ഇല്ല, അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വന്നു എന്ന കാര്യത്തിൽ ഉള്ള സംശയം, ആ ദുരൂഹത നീക്കണം എന്നുള്ളത് തന്നെയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട വികാരി ഉൾപ്പെടെയുള്ള ആളുകളുടെയും ആവശ്യം. അതിനൊപ്പം തന്നെ ചില സംശയങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഈ കോവിഡ് കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങളോ ഈ നിലയ്ക്ക് സംസ്കരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരുത്താനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. അത് പോലീസും അതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഒപ്പം 93ഓളം മൃതദേഹങ്ങളാണ് ഈ സെമിത്തേരിയിൽ ഇതുവരെ സംസ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പള്ളിയും പരിശോധിച്ച് വരികയാണ്. ഏതായാലും ഇതിനെ ദുരൂഹത നീക്കുന്നതിനുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വാണിയപ്പാറയിൽ നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.